നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ അവസാനത്തോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടുന്ന സൂപ്പർ താരം KDB എങ്ങോട്ട്? ഈ ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. MLS നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യൻ ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളതുമാണല്ലോ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഫബ്രിസിയോ റൊമാനോ. ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് താരത്തിനായിട്ട് ശക്തമായി രംഗത്തുണ്ട്. ഒരു MLS ക്ലബ്ബും രംഗത്തുണ്ട്. അതേസമയം ഇറ്റാലിയൻ ക്ലബിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അത് നടക്കുന്നില്ല എന്നുകൂടി ഫബ്രിസിയോ വ്യക്തമാക്കുന്നു. ഫബ്രിസിയോ ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. കോമോ അദ്ദേഹത്തിന് വേണ്ടി ഒരു നീക്കവും നടത്തുന്നില്ല. നോട്ട് മെയ്ഡ് കോൺടാക്ട് ടു സൈൻ കെവിൻ ഡി ബ്രൂയിനെ ഡിസ്പൈറ്റ് റീസെൻറ്റ് റിപ്പോർട്ട്സ്. റീസെൻ്റ്ലി അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോമോ താരത്തിനായിട്ട് രംഗത്തില്ല. പക്ഷേ ചെൽസിക്ക് താരത്തിൽ താല്പര്യമുണ്ട്, പക്ഷേ ആക്റ്റീവ് ടോക്കിലല്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. ചെൽസി താരത്തെ കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഇംഗ്ലീഷ് ടീമിന് താല്പര്യമുണ്ട് പറഞ്ഞത് അതാണ്. പക്ഷേ ദർ ഓൾസോ നോട്ട് ഇൻ ആക്റ്റീവ് ടോക്സ് ഫോർ KDB. ഇൻ്റർ മയാമിയുടെ കാര്യമോ? ഇൻ്റർ മയാമിയുടെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു നെഗോസിയേഷൻസ് നടന്നിട്ടില്ല. നടന്നതായിട്ട് കൺഫർമേഷനില്ല. നോ കൺഫർമേഷൻ ഓൺ നെഗോസിയേഷൻ വിത്ത് ഇൻ്റർ മയാമി. അപ്പോൾ KDBയുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിലുള്ളത് തീർച്ചയായിട്ടും ചിക്കാഗോ ഫയറിൻ്റെ പ്രപ്പോസൽ തന്നെയാണ്. ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് ആ കാര്യം പുറത്തേക്ക് വന്നിരുന്നു. സ്റ്റിൽ അത് ടേബിളിലുണ്ട്. അദ്ദേഹം MLS ചേക്കേറാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫബ്രിസിയോ റൊമാനിയും പറഞ്ഞു, ചിക്കാഗോ ഫയർ പ്രപ്പോസൽ റിവീൽഡ് 10 days ago റിമൈൻസ് ഓൺ ദി ടേബിൾ. അപ്പോൾ KDB MLS എത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.